ഒരു ഗംഭീര തിരിച്ചറിവ്. തിരിച്ചറിവല്ല, 18 കൊല്ലം മുന്നേ തൃശ്ശൂർ രാഗത്തിലിറക്കണം. അന്ന് അവിടെ ഗംഭീര ഒരു സിനിമ വീണ്ടും 18 കൊല്ലത്തിന് ശേഷം 4K അടിപൊളിയായിട്ട് കാണാൻ. ശരിക്കും അന്നാണോ ഇന്നാണോ ഏറ്റവും അടിത്തിമർത്തത് പടം കണ്ടിട്ട്? അന്ന് ഭയങ്കര ആഘോഷമായിരുന്നു, ഫെസ്റ്റിവലല്ലായിരുന്നു, വിഷു റിലീസായിരുന്നു പടം. ഈ ചോട്ടമുംബൈ വിനോദയാത്ര ഒരു ദിവസമായിരുന്നു റിലീസ്. ബിഗ് ബി ഉണ്ടായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു. ഇത് രണ്ടും ഒരു ദിവസം വന്നത്. വിഷു വിന്നറാണ് ചോട്ടമുംബൈ. അപ്പോൾ 18 കൊല്ലത്തിന് ശേഷം വീണ്ടും ലാലേട്ടൻ ഇടയ്ക്ക് മറിഞ്ഞ് ചെയ്ത പടമാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം അന്ന് 2007 ചോട്ടമുംബൈ വരും. പിന്നെ ആ കൊല്ലം ഹലോ ചേർന്നത്. അപ്പോൾ അങ്ങനെ ലാലേട്ടൻ നമുക്ക് കാണാൻ പറ്റിയതിൻ്റെ 13 കൊല്ലത്തിന് ശേഷം ഈ സിനിമ ഇന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു എല്ലാ തിയേറ്ററുകളിലും ഷോസ് കുറവാണല്ലോ. ഷോസ് കുറവുണ്ട്. അത് പിന്നെ നാളോട്ട് കൂടും. പടങ്ങളൊക്കെ ഇറങ്ങിയത് കഴിക്കാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തിയേറ്ററിൽ കൂടും. ഇല്ല, ഇവിടെ തന്നെ ഇപ്പോൾ കണ്ടില്ല, ഇന്ന് സ്പെഷ്യൽ ഷോയിൻ്റെ കളിക്കുന്നത്. അത് വലിയൊരു സംഭവമല്ല. ഒരു പുതിയ സിനിമ വന്നു കഴിഞ്ഞാൽ ആൾക്കാരില്ലാത്തൊരു സമയത്ത് 18 കൊല്ലം മുന്നേ ഇറങ്ങിയൊരു പടം ഇത് വീണ്ടും തിയേറ്ററിൽ വന്നപ്പോൾ സുഖമായിട്ട് കളിക്കും. ഭയങ്കര സമ്മർദ്ദം. ലാലേട്ടൻ ഇറങ്ങി മറന്നു ശരിക്കും ഇക്കൊല്ലം അതുകൊണ്ട് ലാലേട്ടൻ തീർന്നു പറയാല്ലേ. നമുക്ക് ഈ കൊല്ലം പോകുമ്പോൾ അങ്ങനെ വലിയ ക്ഷീണമൊന്നുമില്ല. റിലീസ് ഹൗസുള്ളൂ. റിലീസ് ചെയ്യുന്ന പടങ്ങൾ അല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഹൗസുള്ളായിട്ട് കളിക്കും. ഈ സിനിമ ശരിക്കും ലാലേട്ടൻ്റെ ജന്മദിനത്തിൽ വരുന്നതാണ്. കൂടുതൽ നന്നായി പോയതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അന്നാണ് ഈ സിനിമ വന്നു വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇതിൽ പോയാണ്. കാരണം എല്ലാ സ്ഥലത്തും രാവിലെ 7 മണിക്ക് പ്ലാൻ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിപ്പോൾ മാറി ഈ ഡേറ്റ്. പക്ഷേ ഈ മഴയും ഇതൊക്കെ ഇരിക്കുന്ന സമയത്ത് പോലും പടം ഹൗസുള്ളായിട്ട് പോകാന്ന് പറയുന്നത് ജോസിൽ തന്നെ ഇപ്പോൾ 100 ഷോ ഫുള്ളായിട്ട് ഇപ്പോൾ സ്പെഷ്യൽ ഷോ വെച്ചിട്ടുണ്ട്. നാളത്തെ ടിക്കറ്റുകൾ നന്നായി പോയിക്കൊണ്ടിരിക്കും. ഡാൻസ് എന്താ പറയുക, നമ്മൾ ഒരു ഭയങ്കരമായിട്ടുള്ള ചെയ്ത് വെച്ചേക്കണാണ്. രക്ഷയില്ലല്ലോ, അതുപോലെ ഇളകി പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഈ പ്രായത്തിൽ ഏത് പ്രായത്തിലായാലും അതിൽ കിട്ടിയാൽ മതി. നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 18 കൊല്ലമായി ചോട്ടമുംബൈ ഇറങ്ങി. അനുരക്ഷിതായിട്ട് നമുക്കൊരു പടം പിന്നെ വന്നിട്ടില്ല. ആളായിട്ടൊരു പടം ഉണ്ടാവുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് വലിയൊരു ആഗ്രഹമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആളായിട്ട് പടം ചെയ്യണം. വലിയൊരു ആഗ്രഹം. അതിനാൾ ഭയങ്കര സന്തോഷമായി. ലാലേട്ടനെ ഈ സിനിമ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഗംഭീരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആളായിട്ട് സിനിമ ചെയ്യുന്നത് ഞങ്ങൾ വലിയൊരു ആഗ്രഹമാണ്. സംഭവിക്കും. അടുത്തത് ആഗസ്റ്റ് 28-ാം തീയതി അപ്പം 3 പടം അതും കൂടി വിജയ തുടർച്ചയായിട്ട് ഹിറ്റുകൾ അങ്ങനെ സംഭവിക്കാറുണ്ട് ലാലേട്ടൻ. അപ്പോൾ അതും കൂടി ഹിറ്റാവും. അത് നല്ല സിനിമ തന്നെയാണ്. ലാലേട്ടൻ തന്നെ നമ്മോട് പറഞ്ഞു നന്നായി വന്നിട്ടുണ്ട്. മലയാളത്തിൻ്റെ സ്വന്തം പോലെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കല്ലേ. വർഷങ്ങൾ എത്രയായി, 14-15 കൊല്ലമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കല്ലേ. ആളുടെ കൂടെ നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം. അതല്ലേ ഏറ്റവും വലിയ. അപ്പോൾ അടുത്ത പടം ഹൃദയപൂർവ്വം.